കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആദ്യം നൽകിയ പരാതിയിലെ ഗൂഢാലോചന വ്യക്തമായെന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പത്തനംതിട്ടയിൽ പറഞ്ഞു. തൻ്റെ പരാതിക്ക് ബലം നൽകുന്നതാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ടെന്നും അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പറയുന്നു 24-നോട്. ഞാൻ ആദ്യം തന്നെ കൊടുത്തൊരു പരാതിയുണ്ട്. ഗൂഢാലോചനയെക്കുറിച്ചും പ്രശാന്തന്റെ റോളിനെക്കുറിച്ചും CPDയുടെ ആസൂത്രണത്തെക്കുറിച്ചും പരാതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പരാതിക്ക് കുറച്ചുകൂടെ ബലമേകുന്നതാണ് ഈ റിപ്പോർട്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദിവ്യ ഈ പ്രസംഗത്തിലേക്ക് വഴിയെ പോകുമ്പോൾ കടന്നു വന്നതല്ല, അവര് പ്ലാൻഡ് ആയിരുന്നു. അവർ നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ വിഷൻ TVയുമായിട്ട് അവരെ വിളിച്ചത് ദിവ്യയാണ്. അതോടൊപ്പം തന്നെ സമയവും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ ശേഷം ആസൂത്രണം ചെയ്ത് തന്നെ വന്നാണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. പോലീസ് ഞാൻ ഈ കൊടുത്ത പരാതിയെക്കുറിച്ച് അവരൊരു കൗണ്ടർ ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്. SI അതിലവർ പറയുന്നത് ഹിയർസൈഡ് അടിസ്ഥാനത്തിൽ, അത് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി കൊടുത്തതെന്നാണ്. ഈ ഗീത IASന്റെ റിപ്പോർട്ടിൽ നിന്ന് വരുന്നത് എന്റെ കേട്ടുകേഴ്വിയാണോ? വ്യക്തമായ ഗൂഢാലോചനയല്ലേ അവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ സുപ്രീം കോടതി നമ്മൾ ഈ കാര്യങ്ങളോട് പറയാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും അവർ സൃഷ്ടിക്കാനും മറ്റു പലരെ കൊണ്ടും വീണ്ടും പറയിപ്പിക്കാനും മരിച്ച ഒരാളെ തന്നെ വീണ്ടും അപകീർത്തിപ്പെടുന്ന തരത്തില് മറ്റു പലരെ കൊണ്ടും അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കാനും ഒക്കെയാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ദിവ്യ കാര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലായി എന്നുള്ള വാർത്തകളാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. കെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സത്യസന്ധമായ റിപ്പോർട്ടെന്ന് നവീൻ ബാബുവിൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അനിൽ P. നായർ 24-നോട് പറഞ്ഞു. വളരെ ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മശാന്തി, അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു അഴിമതിയുടെ നിഴലിലേക്ക് ആ മനുഷ്യനെ എത്താതിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ ചിന്തിച്ചുറപ്പിച്ച് തെളിവുകൾ സൃഷ്ടിച്ച് ഒരു സിവിൽ ഡെത്ത് എന്ന ഭീഷണി, സർവീസിലുണ്ടാവില്ല എന്നൊരു ഭീഷണി, അങ്ങനെ ഒരു മരണം തന്നെ സംഭവിക്കുക, സിവിലായാലും അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലായാലും മരണമെന്നുള്ളൊരു ഭീഷണി തന്നെയാണ് മുഴക്കിയിട്ട് പോയത്. അപ്പോൾ അതിന് മുമ്പിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആദ്യം കൊടുത്ത പരാതിയിൽ തന്നെ പ്രശാന്തിൻ്റെ പേര്, ദിവ്യയുടെ പേരും പ്രശാന്തിൻ്റെ പേരും ഉണ്ട്. അവർ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയുടെ പ്രത്യക്ഷ ഫലമാണ് ആ പ്രസംഗം. അതിൻ്റെ പിന്നിൽ ബാക്കി ആരൊക്കെയുണ്ട്, പ്രശാന്തിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്നും പുറത്തു വരാതെ ഈ ചെയ്ത കുറ്റകൃത്യം ശിക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് അന്വേഷണം ഒരു നിശ്ചിത വളയത്തിനുള്ളിൽ നിൽക്കണമെന്ന് തൽപരകക്ഷികൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചില പ്രേക്ഷകരൊക്കെ അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഈ നവീൻ ബാബു ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു എന്നതിന് പേരിൽ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മരണത്തിൻ്റെ വഴി അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. അത് നൽകുന്ന സന്ദേശമൊക്കെ വളരെ മോശപ്പെട്ടത് തന്നെയാണ്. അതേസമയം ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യൻ, കൈക്കൂലിക്കും അഴിമതിക്കുമെതിരെ നിൽക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ADMൻ്റെയൊക്കെ പോസ്റ്റിലിരിക്കുന്ന, എത്രയോ കാലം സർക്കാർ ഓഫീസുകളിലെ ഫയലുകളിൽ അടയിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, ഇത്രയും പേരുടെ ഒപ്പിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യൻ, കൈക്കൂലി എന്ന് പറഞ്ഞാൽ വഴിതിരി നടന്ന ഒരാൾ കൈക്കൂലിക്കാരനാണ് എന്ന് പറയുന്ന ഒരു ഉടുപ്പ് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മനോവേദനയുടെ ആഴം കൈക്കൂലി വാങ്ങുന്ന ആളുകൾക്കും ഇത്തരം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കും ഒരിക്കലും മനസ്സിലാകില്ല. ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. പത്തനംതിട്ട AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം, അതിന് പിന്നാലെ കുടുംബം നടത്തുന്ന വലിയ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ് ഈ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടായി. റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. പക്ഷേ ഈ ദിവ്യ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആസൂത്രിതമായി ഇവിടെ എത്തി ഒരു പ്രാദേശിക ചാനലിനെ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഈ പരിപാടി ചിത്രീകരിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പരാമർശിച്ചത്. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്, ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം 24-നോട് പറഞ്ഞത്, താൻ നേരത്തെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന് നൽകിയ പരാതി അത് സാധൂകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. കൃത്യമായൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്, ആ കാര്യം തെളിയിക്കുന്നുണ്ട്. CPM ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട്. ഒപ്പം തന്നെ ദിവ്യ കൃത്യമായ ആസൂത്രണം നടത്തിയെന്ന കാര്യം ഈ റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തിനാണ് ദിവ്യ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നറിയില്ല. എന്തായാലും കുടുംബം ഉന്നയിക്കുന്ന, താൻ ഉൾപ്പെടെ ഉന്നയിച്ച വാദഗതികൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടം നടത്തുമെന്നാണ് പ്രവീൺ ബാബു പറയുന്നത്. ഈ നവീൻ ബാബുവിനെതിരായ മുഴുവൻ ആരോപണങ്ങൾക്കും, കൈക്കൂലി ഉൾപ്പെടെയുള്ള മുഴുവൻ ആരോപണങ്ങൾക്കും ഏറ്റ തിരിച്ചടി കൂടിയാണ് ഈ റിപ്പോർട്ട് എന്ന് പ്രവീൺ ബാബു പറയുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അഭിഭാഷകൻ അനിൽ P. നായരും സമാനമായ രീതിയിൽ നവീൻ ബാബുവിന് നീതി ലഭിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വലിയ ഗൂഢാലോചന നടന്നു, അദ്ദേഹത്തെ
സിവിൽ ഡെത്ത് വരെ സംഭവിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് അവിടെ നിന്ന്. എന്തായാലും ഈ റിപ്പോർട്ട് വെച്ച് പോരാടാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മഞ്ജുഷുമായൊക്കെ സംസാരിച്ചപ്പോൾ അവർ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകുന്ന ഘട്ടത്തിൽ റിപ്പോർട്ട് അവിടെ ഉന്നയിക്കും. ഈ റിപ്പോർട്ട് കൂടി വെച്ചായിരിക്കും CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുക എന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനമുണ്ട്. സമ്മേളനത്തിൽ ഉൾപ്പെടെ ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്ന ഒരു ഏറ്റുപറച്ചിലിന് CPM തയ്യാറായിട്ടുണ്ട്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് തുടർ നിയമ പോരാട്ട ഘട്ടങ്ങളിൽ ഈ റിപ്പോർട്ട് വലിയ അനുകൂല ഘടകമാവും. കാരണം കൈക്കൂലി ആരോപണ നിഴലിൽ നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥൻ, പക്ഷേ അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അടിവരയിടുന്നൊരു സർക്കാർ റിപ്പോർട്ടാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. കുടുംബം ഈ റിപ്പോർട്ട് ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. കുടുംബം ആദ്യം മുതൽ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ കൃത്യമായി സാധൂകരിക്കുന്ന CPM ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് SKN പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുറച്ചുകൂടി വ്യക്തത കാര്യങ്ങളിൽ വന്നിരിക്കുകയാണ്. പല ആളുകളും സംശയം ഉന്നയിച്ചിരുന്നു, ഇനി ഏതെങ്കിലും സംഘടന നവീൻ ബാബുവിൻ്റെ പേരിൽ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടാകുമോ, അതിൻ്റെ മാനക്കേടാണോ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഇതൊന്നുമല്ല എന്ന് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണർ റിപ്പോർട്ട് പറയുന്നു. ധീരമായിട്ട് എഴുതിയ ഒരു റിപ്പോർട്ട് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു മാനക്കേട് ഉണ്ടായിട്ടില്ലാത്ത, കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മരണം വരിച്ചതിന് ശേഷവും അദ്ദേഹത്തിനൊരു കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൻ്റെ കടക്കലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കത്തിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ എന്ന് ഒരാൾ പറഞ്ഞില്ലേ, അതൊക്കെ ശരിയാണ്. കാരണം ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു.